കൊളംബസ് കോറസിന്റെ 2009 രണ്ടാമത്തെ നാടകം വീണ്ടും ഒരു പൂക്കാലം. ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ ബന്ധങ്ങൾ മറന്നുപോകുന്ന പുതിയ സംസ്കാരത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ ഒരു മനുഷ്യസ്നേഹിയുടെ കഥ. കൈരളിയുടെ സമൃദ്ധി നിറഞ്ഞ മടിത്തട്ടിൽ നിന്നും നാഗരികതയുടെ മേൽക്കോയ്മ നിറഞ്ഞാടുന്ന അമേരിക്കയുടെ അകത്തളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കുടിയേറ്റ കർഷകന്റെ ജീവിത പദയാത്ര വീണ്ടും ഒരു പൂക്കാലം. നമസ്കാരം, ഞാൻ പീതാംബരൻ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഒരു ചെറിയ സംഭാവന പിരിക്കാൻ ഇറങ്ങിയതാണ്. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. ക്ഷമിക്കണം, നിങ്ങളെയല്ല കേട്ടോ, എല്ലാരെയും ഞാൻ വന്ന് കാണുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ കൊച്ചാപ്പിച്ചേട്ടന്റെ വീട്ടിലൊന്ന് കാണാം. പുള്ളിയുടെ ഒരു മോൻ അമേരിക്കയിലാണ്. 1000 രൂപ എങ്കിലും തടയാതിരിക്കുക. കൊച്ചാപ്പിച്ചേട്ടോ, കൊച്ചാപ്പിച്ചേട്ടോ. അല്ല, ഇതാരാ പീതാംബരനോ? എന്നാടാ ഈ വഴിയൊക്കെ? വെറുതെ ഈ വഴി പോയപ്പം കൊച്ചാപ്പിച്ചേട്ടനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി കയറിയത്. പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത്. ക്ലബിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭാവന. ചുമ്മാ അല്ലടോ തന്റെ പിരിവ് പീതാംബരൻ എന്ന് വിളിക്കുന്നേ. തനിക്ക് വേറെ വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ, ഇങ്ങനെ നാട്ടുകാരെ പഠിച്ച് ജീവിക്കാതെ? ഇന്നത്തെ കാലത്ത് 2 or 4 തെങ്ങേ കയറി എന്നാ കിട്ടാനാ ചേട്ടാ. പിന്നെ കൊട്ടേഷൻ പണിക്കൊന്നും പോകാൻ പഴയ പോലെ ഒരു ആരോഗ്യമില്ല. അല്ല, ക്രിസ്മസ് ഒക്കെ ആയിട്ട് നക്ഷത്ര വിളവൊന്നും തൂക്കിയില്ലേ? അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇട പീതാംബരൻ, ഇക്കൊല്ലം ഞാൻ വിളക്ക് നോക്കുന്നത് അമേരിക്കയിലാ. അങ്ങ് അമേരിക്കയില് ഉള്ളതാണോ? ജോസൂട്ടിയും പിള്ളേരെ കാണണമെന്ന് എപ്പോഴും പറയുമായിരുന്നല്ലോ. ഈ കൊല്ലം അതെന്നെ നേരെ ഒത്തു. ഞാനേ ക്ലബിലൊന്ന് ആലോചിക്കട്ടെ. കൊച്ചാപ്പിച്ചേട്ടൻ അമേരിക്ക പോകുന്നതിന് മുമ്പ് ക്ലബിന്റെ വക ഒരു യാത്രയെ വരാം. വേണ്ട വേണ്ട, ഇനി ആ പേരും പറഞ്ഞ് പുതിയൊരു പിരിവിനിറങ്ങാനല്ലേ? അത് വേണ്ട. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ലെ, എന്നാലും ചേട്ടന്റെ മുഖത്ത് തന്നെ ഒരു സന്തോഷമില്ലാതെ, ഒരു മ്ലാനം. ഒരു ചെറിയ പ്രശ്നമുണ്ടാ. മറിയാമ്മ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവൾ ഇവിടം വിട്ട് എങ്ങോട്ടും പോകുന്നില്ലെന്ന്. എന്നെ വിട്ട് അവളില്ലാതെ ജോസൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ചേടാ, അത് മഹാ അത്ഭുതമായല്ലോ. എങ്ങനെയാലും ചേട്ടത്തെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാൻ നോക്ക്. ഒരു രക്ഷയില്ലടാ. വന്ന് അവക്ക് ഇപ്പൊ ആകെ വിശ്വാസമുള്ളത് മൂത്ത മോൻ തോമസ് കുട്ടിയെ മാത്രമാണ്. അവനോട് ഞാൻ ഇത്ര വരെ എന്തായാലും ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, തോമസ് കുട്ടിയല്ലേ വരുന്നത്? 100 ആയുസാണ്. കൊച്ചാപ്പച്ചേട്ടൻ ഇപ്പൊ തോമസ് കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് നാക്കെടുത്തങ്ങ് തിരിച്ചിട്ടതേ ഉള്ളൂ. മറിയാമേ, എടി മറിയാമേ, ഇദ്ദേഹത്തിന്റെ മൂത്ത മോനാ വന്നിരിക്കുന്നു. എന്നാ നിനക്ക് ഈ വഴിയൊക്കെ തിരിഞ്ഞു കയറാൻ തോന്നിയത്? അതോ നിന്റെ അപ്പം വിളിച്ചിട്ട് വന്നതാണോ എന്നെ അമേരിക്കക്ക് പോകാൻ സമ്മതിപ്പിക്കാൻ? അതിനാണ് മോന പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇനി വയസ്സുകാലത്താ. അതിനാർക്കാണ് ഈ വയസ്സായത്? നീ വെറുതെ ബഹളം വെച്ച് നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. അമ്മച്ചി സമാധാനപ്പെട്. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതിയല്ലോ. ഓ, എന്നാ ആലോചിക്കാനാ? ഞാനങ്ങോട്ട് വരുന്നില്ല. എടി മറിയാമേ, ഈ പറയുന്നത് നീ തന്നെയാണോ? 10-35 കൊല്ലം മുമ്പ് ഞാൻ വിളിച്ചാൽ എങ്ങോട്ടും ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ മറിയാമ തന്നെയാണോ ഇത്? അതൊക്കെ ചെറുപ്പത്തിലെ ഓരോ വിവരക്കേട്. ഇപ്പോഴങ്ങനെയാണോ? ചെറുപ്പത്തിൽ അതുപോലെ 1-2 അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെയാ ഞാനിന്ന് അനുഭവിക്കുന്നത്. അമ്മച്ചി, അതൊക്കെ കളാ. ഇനി അതൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താതെ. എന്തായാലും അപ്പച്ചനും അമ്മച്ചിയും കൂടി അമേരിക്കക്ക് പോകണം. ജോസൂട്ടിയുടെ വലിയൊരു ആഗ്രഹമല്ലേ. 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. 2 മാസം ഒന്നും പറഞ്ഞങ്ങ് പോവും. ഇനി അല്ല കാര്യമല്ലേ. അവിടെ ചെന്നങ്ങ് കണ്ടു കഴിയുമ്പോ ചിലപ്പോ ഇനി അവിടെ കൂടിയെ കാന്നു വെക്കും. നിന്റെ അപ്പനെ ഞാൻ ഇന്നലെ ഒന്നല്ലല്ലോ കാണാൻ തുടങ്ങിയത്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ല ചേട്ടത്തി. പണ്ട് എന്റെ മോക്കാണ് അമേരിക്ക എന്നൊരു ആലോചന വന്നത്. അന്ന് അതെങ്ങാനും നടന്നായിരുന്ന ഇന്നിപ്പൊ ഞാനും പോയേ അമേരിക്കക്ക്. ഓ, ഒബാമയുടെ ആലോചനയായിരിക്കും. ആമയും മുതലൊന്നുമല്ല, നല്ല ഒന്നാന്തര സായിപ്പ് മൈക്ക് ടൈസൺ. എടി നിന്റെ ഇളയ മോനെ അവന്റെ കൊച്ചുങ്ങളെ കാണാനാ പോകുന്നത്. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. കാർന്നോമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്
പോത്തിന്റെ ചെവിയിൽ വേദവതിയിട്ട് കാര്യമില്ലെന്ന്. മനുഷ്യനെ എനിക്ക് ചൊറിഞ്ഞു വരുന്നു. എന്റെ അമ്മച്ചി, അപ്പച്ചന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അമ്മച്ചി ഒന്ന് സമ്മതിക്കേ. അപ്പച്ചന്റെ വലിയൊരു ആഗ്രഹമല്ലേ. അത് ഞാനങ്ങനെ പല ആഗ്രഹമുണ്ട്. അതൊന്നും നിന്നോട് പറയാൻ കൊള്ളത്തില്ല. ഞാനിത് വേണ്ട വേണ്ടെന്ന് പറയുന്നത് നിന്റെ അപ്പന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാ. ഇത് ഞാൻ കിടന്ന് കയറ് പറിക്കുന്നത് കൊച്ചുമക്കളെ കാണാനൊന്നും അല്ല, അവിടെ പോയി കള്ളു കുടിച്ച് കുന്താൻ മറിയാനും പിന്നെ മാതാമ്മമാരെ കാണാനുമാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മച്ചി. മര്യാദക്ക് പോയേച്ച് വരാമെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കാം. എന്നാലും ഇത് ഒരു ഇതുമില്ല. അമ്മച്ചി സമ്മതിച്ചു. എടാ തോമസ് ഊട്ടി, അമേരിക്കയിൽ പോവാൻ കപ്പലിൽ പോയാ പോരെ? വിമാനത്തിലൊക്കെ കയറാൻ എനിക്ക് പേടിയാ. ഓ, അതൊന്നും പേടിക്കാനല്ലേ, പയ്യെ പയ്യെ പേടിയൊക്കെ മാറിക്കോളും. ആദ്യമൊക്കെ എനിക്കും വലിയ പേടിയായിരുന്നു. പീതാംബര, താനിവിടെ നിൽപ്പുണ്ടായിരുന്നോ? അല്ല, താൻ അതിന് വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ തെങ്ങേ കയറുന്ന കാര്യമാ പറഞ്ഞേ. ഇതൊക്കെ ഏറെക്കുറെ ഒരുപോലാണല്ലോ. എന്നാലേ സമയം കളയാതെ നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാം. ഓ, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അമ്മച്ചി സമ്മതിച്ചില്ലേ, ആകെപ്പാടെ ഞാൻ ചുറ്റിപ്പോയനെ. അതെന്നാ തോമസ് കുട്ടി? അത് പീതാംബരൻ ചേട്ടാ, പുറത്താരോടും പറയണ്ട. എന്റെ ബിസിനസ്സൊക്കെ ശകലം മോശമാണ്. ഞങ്ങളുടെ വീട് വരെ വിറ്റു. അപ്പച്ചനും അമ്മച്ചിയും കൂടെ അമേരിക്കയ്ക്ക് പോയാൽ തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതുകൊണ്ട് എങ്ങനെയും അമ്മച്ചിയെ തോപ്പിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാം. ഇന്നത്തെ കാലത്തെ മക്കളുടെയൊക്കെ ഒരു ബുദ്ധി.